ഈ ഹൈവേകളുടെ വികസനം അടക്കമുള്ള കേന്ദ്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടേതടക്കം 25% ഫണ്ട് സംസ്ഥാന ഗവൺമെന്റുകളാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. ഇതിലെ വാസ്തവം എന്താണ്? അല്ല, അതായത് ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരമുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ രാജ്യത്തെ പല കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിഫൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫോറിൻ അഫെയർസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇതേ ചില കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട്, ചില കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ചുള്ളതുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം അത് ലോക്കൽ ബോഡീസിന് കൊടുത്തിട്ടുണ്ട്. അത് ലോക്കൽ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമില്ല. ഇവിടെ ഈ ഒരു സ്ഥിതി ഉള്ള സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുക എന്നുള്ളത് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിലാണ് പരിഹാരം ഉണ്ടാവേണ്ടത്.